നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം. ആദ്യ പ്രതികരണവുമായി CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. പണം കൊടുത്ത മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ വിലയ്ക്ക് വാങ്ങിയെന്ന് അനീഷ മാത്യു. മൂവാറ്റുപുഴ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ച് എംപ്ലോയീസ് സംഘ്. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി GM അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവ് കൂടുതൽ വിള. പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. മുണ്ടകൻ നെൽകൃഷിയുടെ രണ്ടാം ഘട്ട വളമിടിയിലാണ് നടത്തിയത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആവേശം. നാഗഞ്ചേരി പള്ളിയങ്കണത്തിൽ കൂറ്റൻ നക്ഷത്രമുയർന്നു. 60 അടിയോളം ഉയരവും 300 കിലോ ഭാരവുമുള്ള കൂറ്റൻ നക്ഷത്ര വിളക്കാണ് പള്ളിയങ്കണത്തിൽ സ്ഥാപിച്ചത്. ഭീമൻ നക്ഷത്രം ജനശ്രദ്ധ ആകർഷിക്കുന്നു. EMS മൂവാറ്റുപുഴ താലൂക്ക് വാർഷിക പൊതുയോഗം 20-ന്. യോഗം നടക്കുന്നത് പുന്നമറ്റം EMS LP സ്കൂൾ ഹാളിൽ. ജില്ലാ കമ്മിറ്റി അംഗം MM മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച പ്രതികരണവുമായി CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. പണം കൊടുത്ത മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യമാണ് മിക്ക വാർഡുകളിലും കാണാൻ സാധിച്ചതെന്ന് അനീഷ മാത്യു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ സാമ്പത്തിക അതിപ്രസരവും വോട്ട് കച്ചവടവും നടന്നതായി CPIM മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു. പണം കൊടുത്ത് മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ വിലയ്ക്ക് വാങ്ങുന്ന സാഹചര്യമാണ് മിക്ക വാർഡുകളിലും കാണാൻ സാധിച്ചത്. 6 വാർഡുകളിൽ 50 വോട്ടുകൾ താഴെ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാൻ സാഹചര്യമൊരുക്കിയത്. നാടൊട്ടാകെ ഉറ്റുനോക്കിയ 9-ാം വാർഡിൽ ഉൾപ്പെടെ അമിതമായ സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുമാണ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചതെന്നും അനീഷ മാത്യു ആരോപിച്ചു. മൂവാറ്റുപുഴ നഗരസഭ തന്നെ എടുത്തു കഴിഞ്ഞാൽ പൊതുവിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചില വാർഡുകളിലെ അവസ്ഥ. 1-ാം വാർഡ്, അതേപോലെ തന്നെ 9-ാം വാർഡ്, അങ്ങനെ ചില വാർഡുകളിലും അതേപോലെ തന്നെ നഗരസഭയിലാകുവാനും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക അതിപ്രസരം കൊണ്ട് വോട്ട് കച്ചവടം നടത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി 6 വാർഡോളം 50 വോട്ടിൻ്റെ താഴെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ BJPക്ക് നല്ല മെജോറിറ്റി ഉള്ള വാർഡിൽ 4-ാം വാർഡിൽ ഉൾപ്പെടെ 3 വോട്ടിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തോൽവി ഉണ്ടാകുന്നത്. അവിടെ ഉൾപ്പെടെ UDFന് കിട്ടിയത് 26 വോട്ട് മാത്രമാണ് UDFന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അതേപോലെ വാർഡ് 9 നിങ്ങൾ നാട്ടുകാരെല്ലാവരും ഒരേ സ്വരത്തിൽ നോക്കിക്കണ്ട ഒരു വാർഡാണ്. ജയിക്കണമെന്ന് ആഗ്രഹിച്ച വാർഡാണ്. അവിടെ ഉൾപ്പെടെ നമുക്കറിയാം അമിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കാണാത്ത രീതിയിലുള്ള സാമ്പത്തിക ഇതും അതുപോലെ തന്നെ ജാതി, അതായത് ശക്തമായിട്ടുള്ള വർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കുന്ന ഒരവസ്ഥയും. ഇതൊരു ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ ശക്തമായിട്ടുള്ള വർഗീയതയെ കൂട്ടുപിടിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലും ഉണ്ടായ തോൽവി അംഗീകരിക്കുകയാണെന്നും വാർഡുകളിലുണ്ടായ പ്രശ്നം ബ്ലോക്കിലേക്കും വ്യാപിച്ചതാകാൻ പരാജയത്തിന് കാരണമെന്നും അനീഷ മാത്യു പറഞ്ഞു. അടിസ്ഥാനപരമായി വാർഡ് തലത്തിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നോ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ കണ്ടെത്തി പോരായ്മ മനസ്സിലാക്കി തിരുത്തി ജനങ്ങൾക്കിടയിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുമെന്നും അനീഷ മാത്യു കൂട്ടിച്ചേർത്തു. പല വാർഡുകളിലും 2000-ത്തിലധികം വോട്ടുകളിലൊക്കെ തോൽവി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കുറവ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആവൂര് ഡിവിഷൻ, അതുപോലെ തന്നെ അഞ്ചൽപ്പെട്ടി ഡിവിഷൻ, അങ്ങനെ കുറേ വാർഡുകളിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ വർധനവ്, അവിടെയൊക്കെ 300 വോട്ടിന് 500 വോട്ടിന് ഉൾപ്പെടെയാണ് തോൽവി ഉണ്ടായത്. പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടാവാം. അത് ഈ വോട്ടിൻ്റെ പാറ്റേൺ തന്നെ 2 വോട്ട് 3 വോട്ട് എന്നൊക്കെ ഉൾപ്പെടെയുള്ള വോട്ടിൻ്റെ പാറ്റേൺ ഉണ്ട്. പഞ്ചായത്ത് തലത്തിൽ നമുക്കറിയാം ഒരു പരിധിവരെ സ്ഥാനാർത്ഥിയെ നോക്കിയാണ് പഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ വോട്ട് കാണുന്നത്. ഇനി ഇതല്ല ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഘടകങ്ങളൊക്കെ എന്താണെന്ന് പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തന്നെ വാർഡ് കമ്മിറ്റികൾ ഉൾപ്പെടെ ചുമതലയുള്ള ആളുകൾ പങ്കെടുത്ത് കൂടി അവിടെ അടക്കം അവരുടെ അഭിപ്രായം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് വന്ന പോരായ്മകൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
സംസ്ഥാന സർക്കാരിനോടുള്ള വിലയിരുത്തലായി തെരഞ്ഞെടുപ്പ് ഫലത്തെ നേതൃത്വം കാണുന്നില്ലെന്നും വരും ദിവസങ്ങളിൽ വാർഡ് കമ്മിറ്റികൾ ഉൾപ്പെടെ ചേർന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും അനീഷ മാത്യു പറഞ്ഞു. മൂവാറ്റുപുഴ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ച് എംപ്ലോയീസ് സംഘ് KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി GM അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ എംപ്ലോയീസ് സംഘിന്റെ ആഭിമുഖ്യത്തിൽ 12 മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു. DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 16, 17, 18 തീയതികളിലായി മുഴുവൻ ജില്ലകളിലും നടത്തുന്ന ഉപവാസ സമരത്തിന്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി GM അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അടക്കം പറയുന്നു, KSRTC വരുമാനം ടിക്കറ്റ് വരുമാനം മാത്രം 10,77 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ടിക്കറ്റ് ഇതര വരുമാനം കൂടെ കണക്കൂട്ടിയാൽ 11,83 ലക്ഷം രൂപ. നമുക്കറിയാം 2017 മെയ് മാസം 25-ാം തീയതി കേരളത്തിന്റെ ഭരണത്തിലേറിയ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ അക്കാലത്ത് KSRTC കൈവശം ഉണ്ടായിരുന്ന 6,200 ബസ്സുകൾ, 5,600 ഷെഡ്യൂളുകൾ, അതിൽ നിന്നെല്ലാം ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് 42,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടും പിരിഞ്ഞു പോകുന്നവരും മരണപ്പെട്ടവരുമടക്കം വലിയ രീതിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടായിട്ട് ഇന്ന് 21,000 ജീവനക്കാർ മാത്രമുള്ള സ്ഥിതിയിൽ 3,000 ബസ്സുകൾ ഉപയോഗിച്ച് 3,000 ഷെഡ്യൂളുകൾ, 2,800 ഷെഡ്യൂളുകൾ, 3,000 ഷെഡ്യൂള് ആവറേജ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് 11 കോടിക്ക് മുകളിൽ വരുമാനം എത്തിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് ഞാനടക്കമുള്ള KSRTC സർവ്വസാധാരണക്കാരുടെ തൊഴിലാളികളുടെ ചോരയും നീരും ഊറ്റിപ്പിടിച്ചതാണ് എന്ന് അസംതൃപ്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതിന്റെ എല്ലാം മുകളിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ഷാമബത്ത 1% പോലും തന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CN സുദേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി TB സുധീർ, സംസ്ഥാന സെക്രട്ടറി സുഹൃത് കൃഷ്ണ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽദോസ് മാത്യു, KR ബിജു, അച്ചു MG, KR രമേശ്, TG അജികുമാർ, AK സിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി. കൃഷിച്ചെലവ് കുറയ്ക്കുകയും കൂടുതൽ വിളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിനുള്ള ലക്ഷ്യത്തോടെയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ചേർന്ന് പദ്ധതി നടപ്പിലാക്കിയത്. പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് മുണ്ടകൻ നെൽകൃഷിയുടെ 2ാം ഘട്ട വളമിടിയിൽ നടത്തി. കൃഷിച്ചെലവ് കുറയ്ക്കുക, കൂടുതൽ വളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുക, കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയവയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏകദേശം 12.5 ഏക്കറോളം വരുന്ന ഈ പാടശേഖരത്തിൽ കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതായത് ഈ വളപ്രയോഗത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ വളപ്രയോഗം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൂലി ചെലവ് അടക്കം വളത്തിൻ്റെയൊക്കെ ചിലവടക്കം നോക്കുമ്പോൾ വളരെ ഭീമമായ തുക കർഷകർക്ക് ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് ഡ്രോൺ വഴി വളപ്രയോഗം നടത്താൻ വേണ്ടി നമ്മുടെ കൃഷിഭവനും അതോടൊപ്പം തന്നെ പാടശേഖര സമിതിയും തീരുമാനിച്ചത്. അപ്പോൾ ഇത് നമുക്കിന്ന് ഇഫ്കോയും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായിട്ടുള്ള ഫാക്റ്റും കൂടിയിട്ടാണ് ഇന്ന് സഹകരിച്ചാണ് ഈ പരിപാടി ഇവിടെ സഹകരിക്കുന്നത്. വളരെ സജീവമായിട്ട് ഇവിടുത്തെ കർഷകരെല്ലാം വളരെ ഉത്സാഹത്തിലാണ്. ഇതുപോലുള്ള യന്ത്രവൽക്കരണ പദ്ധതികളായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നെൽകൃഷി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പാടശേഖരത്തിലും നമ്മുടെ പഞ്ചായത്തിലും ഒക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ സജീവമായിട്ട് കർഷകർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് ഈ പാടശേഖരത്തിലെ ഈ ഡ്രോൺ വഴി ഇഫ്കോയും അതോടൊപ്പം തന്നെ ഫാക്റ്റും പാടശേഖര സമിതിയും കൃഷിഭവനും എല്ലാം ഒത്തൊരുമയോടെ സഹകരിച്ചുകൊണ്ടിട്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. നാനോ യൂറിയ, നാനോ DAP തുടങ്ങിയ വളങ്ങൾ ഇഫ്കോ, ഫാക്ട് കമ്പനികൾ വഴി സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. പാടശേഖര സമിതി പ്രസിഡന്റ് പോൾ സി ജേക്കബ്, സെക്രട്ടറി PV വർഗീസ്, കൃഷി ഓഫീസർ ബോസ് മത്തായി, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ അലിയാർ, ഷെറീന KP, നിയുക്ത ജനപ്രതിനിധികളായ ജിജി മാത്യു, KP ജെയിംസ്, പ്രദീപ് KC, മേഴ്സി ബിജു, അനിൽ അബ്രഹാം, കർഷകർ, പാടശേഖര അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആവേശം നിറച്ച് നാഗഞ്ചേരി പള്ളി അങ്കണത്തിൽ കൂറ്റൻ നക്ഷത്രമുയർന്നു. 60 അടിയോളം ഉയരവും 300 കിലോ ഭാരവുമുള്ള കൂറ്റൻ നക്ഷത്രമാണ് പള്ളി അങ്കണത്തിൽ സ്ഥാപിച്ചത്.
ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ആവേശം വാരി വിതറി കോതമംഗലത്ത് നാഗഞ്ചേരി പള്ളി അങ്കണത്തിൽ കൂറ്റൻ നക്ഷത്രമുയർന്നു. നാഗഞ്ചേരി സെന്റ് ജോർജ് ഹെബ്രോൻ യാക്കോബായ പള്ളിയിൽ ഏകദേശം 60 അടി ഉയരവും 300 കിലോ ഭാരവുമുള്ള കൂറ്റൻ നക്ഷത്ര വിളക്കാണ് സ്ഥാപിച്ചത്. നൂറുകണക്കിന് ചെറു നക്ഷത്രങ്ങളും ഇതോടൊപ്പം പള്ളി അങ്കണത്തിൽ മിന്നിത്തിളങ്ങുന്നുണ്ട്. രാത്രി ആകാശത്ത് തെളിയുന്ന നക്ഷത്രം പോലെ പള്ളിമുറ്റവും പരിസരവും മുഴുവൻ പ്രകാശിപ്പിക്കുന്നതാണ് ഈ നക്ഷത്ര വിളക്കുകൾ. നക്ഷത്രങ്ങൾ എപ്പോഴും ക്രിസ്തുവിലേക്ക് വഴികാട്ടുന്ന പ്രതീകമാണെന്ന ബൈബിൾ വചനം ഉയർത്തിക്കാട്ടുന്നതിനാണ് ഇതുപോലൊരു കൂറ്റൻ നക്ഷത്രം ഇവിടെ സ്ഥാപിക്കാൻ കാരണമെന്ന് വികാരി ഫാദർ ഷാജി തേക്കേക്കുടി പറഞ്ഞു. ലോകത്തിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ക്രിസ്തുമസിൻ്റെ ഈ നാളിൽ ക്രിസ്തുവിലേക്ക് നടന്നെടുക്കാനുള്ള, ക്രിസ്തു ജനിച്ചിരിക്കുന്നൊരിടം കണ്ടെത്താനുള്ള പ്രതീകമായിട്ടാണ് നക്ഷത്രത്തെ നാം കാണുന്നതും വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതും. ഈ ലോകത്തിലെ സർവ്വജനത്തിനും ഈ നക്ഷത്രം വിളിച്ചോതുന്നതായ സന്ദേശം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയ ഈ ഭീമൻ നക്ഷത്രം ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. EMS മൂവാറ്റുപുഴ താലൂക്ക് വാർഷിക പൊതുയോഗം 20-ന് വൈകിട്ട് 3-ന് പുന്നമറ്റം EMS LP സ്കൂൾ ഹാളിൽ ജില്ലാ കമ്മിറ്റി അംഗം MM മുഹമ്മദ് ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്യും. താലൂക്ക് പ്രസിഡന്റ് സബീഷ് CTC അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി മക്കാർ അബ്ദുൾ റഹിമാൻ പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിക്കും. അഡ്വക്കേറ്റ് CK ആരിഫ്, അഡ്വക്കേറ്റ് റഹീം പൂക്കടശ്ശേരി തുടങ്ങിയവർ പ്രസംഗിക്കും. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സൗത്ത് പൈപ്പട ചൊള്ളാമുക്കിൽ കുട്ടപ്പൻ 82 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ കാർത്യായനി, മക്കൾ രാധ, ശാന്ത, പരേതനായ കുമാരൻ, മരുമക്കൾ PK മനോജ്, കൃഷ്ണൻകുട്ടി, കുമാരി. തൃക്കളത്തൂർ വെമ്പിള്ളിൽ VV കുമാരൻ 83 നിര്യാതനായി. സംസ്കാരം നടത്തി പരേതൻ പായപ്പട പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല സംഘാടകരിൽ ഒരാളായിരുന്നു. ഭാര്യ ഓമന, മക്കൾ സിമി, സിജി, മരുമകൻ ജയദേവൻ. Welcome to Vimalagiri International School, Movatupura. Admissions are now open for the academic year 2026-2027. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.